ofte jeg bruker så mye tid på å gå rundt og være redd for at ting skal gå dårlig. Men de tingene som faktisk gikk dårlig, var nesten aldri det jeg var redd for. നായികയെ ചുറ്റിപ്പറ്റിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. എന്നാൽ സിനിമ അവസാനിക്കുമ്പോഴേക്കും നായികയെക്കാളും ഉപരി നമുക്ക് നായകനോടായിരിക്കും ഒരു ഇഷ്ടവും മമതയും ഒക്കെ തോന്നുക. നായികേനാണെങ്കിൽ നമുക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാൻ പറ്റാത്തൊരു അവസ്ഥയും. അത് തന്നെയാണ് സിനിമ ഉദ്ദേശിക്കുന്നതും. നോർവേയിൽ നിന്നുള്ള ഒരു നോർവേയൻ സിനിമയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 2021 ജോർജിം ട്രയർ സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് ഡ്രാമ സിനിമയാണ് ദ വേഴ്സ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ജൂലി എന്ന പെൺകുട്ടിയുടെ ലൈഫ് ജേണിയാണ് സിനിമ നമുക്ക് മുന്നിൽ കാണിക്കുന്നത്. പ്രൊലോഗും എപ്പിലോഗും ഉൾപ്പെടുത്താതെ 12 ചാപ്റ്റേഴ്സ് ആയിട്ട് തരംതിരിച്ചാണ് കഥ നമുക്ക് മുന്നിൽ വരുന്നത്. മെഡിസിൻ പഠിക്കുന്ന ജൂലിയുടെ കോളേജ് ലൈഫ് കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. മെഡിസിൻ പഠനം തുടരുന്നതിനിടയിൽ ജൂലി മനസ്സിലാക്കാണ് തനിക്ക് അതിൽ നിന്നൊരു സന്തോഷം കിട്ടുന്നില്ലെന്ന്. അങ്ങനെ അവൾ സൈക്കോളജിയിലേക്ക് തിരിയുകയാണ്. സൈക്കോളജി പഠനം മുന്നോട്ട് പോകുന്നതിനിടയിൽ അവൾ അതും അല്ല തന്റെ പാതയെന്ന് മനസ്സിലാക്കി അവൾ ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിയുന്നു. ഇങ്ങനെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ തീരുമാനങ്ങളിലൂടെ അവളുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ഇൻകൺസിസ്റ്റൻസിയും കൺഫ്യൂഷനും ഒക്കെ ജൂലിയുടെ കരിയർ ചോയ്സിൽ മാത്രമല്ല അവൾക്കുള്ളത്. ഷീ ഈസ് കൺഫ്യൂസ്ഡ് അബൌട്ട് ഹർ ലൈഫ്, കരിയർ ആൻഡ് റിലേഷൻഷിപ്സ്. അതുകൊണ്ട് തന്നെ ഷീ കീപ്സ് ചേഞ്ചിങ് പാത്സ്. ജോബിന്റെ ആയാലും ആംബിഷൻസ് ആയാലും അത് അവളുടെ പാർട്ട്ണറിന്റെ കാര്യങ്ങളിലാണെങ്കിലും. ബിക്കോസ് ഷീ നെവർ ഫീൽസ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ഓർ ഷുവർ ഓഫ് വാട്ട് ഷീ വാണ്ട്സ്. കോമിക് ബുക്ക് ആർട്ടിസ്റ്റായ അക്സലുമായിട്ടുള്ള പ്രണയബന്ധവും ഇതുപോലെ തന്നെയാണ് അവൾ നിർത്തിയത്. അക്സൽ ഇരിക്കെ തന്നെയാണ് അക്സലിനെ ചതിച്ചുകൊണ്ട് അവൾ എയ്വിൻഡ് എന്ന മറ്റൊരു കാമുകനെ കണ്ടുപിടിക്കുന്നത്. The film explores how difficult it is to make choices when you are still figuring yourself out. ജൂലിയെ പോലെ തന്നെ മിക്ക മനുഷ്യരും അവരുടെ 20കളുടെ അവസാനവും 30കളുടെ തുടക്കത്തിലുമൊക്കെ അവരും ഒരു ലോസ്റ്റ് ആയിട്ട് ഗിൽറ്റ് ഒക്കെ കൊണ്ടു നടക്കുന്ന അൺസർട്ടനിറ്റിയുടെ ലൈഫ് നയിച്ചു പോകുന്ന മനുഷ്യർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പലർക്കും ജൂലിനെ വളരെയധികം റിലേറ്റബിൾ ആകുന്നത്. ജൂലി മിക്ക മനുഷ്യരെയും പോലെ വളരെ റോ ആയിട്ടും ഫ്ലോഡ് ആയിട്ടുള്ള ഒരു സാധാരണ പെൺകുട്ടി തന്നെയാണ്. ജൂലിയുടെ ക്യാരക്ടറിനെ സിനിമയിൽ എവിടെയും റൊമാൻറ്റിസൈസ് ചെയ്യുന്നില്ല. അവളുടെ മിസ്റ്റേക്സ് എന്താണ്, ഫ്ലോസ് എന്താണ്, അതൊക്കെ അതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് അതായിരിക്കും പീപ്പിളിനെ മനുഷ്യർക്കിടയിൽ ജൂലി എന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ഈ സിനിമയെ അത്രയും മൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക. ഷോയിങ് സമ്മൺസ് ഫ്ലോസ് ആൻഡ് മിസ്റ്റേക്സ് എറ്റ് അക്സെപ്റ്റിംഗ് ദം ആൻഡ് റെക്കഗ്നൈസിംഗ് ദേ ആർ ഹ്യൂമൻ ആൻഡ് നോട്ട് ആൻ ഐഡിയ ഓഫ് എ പേഴ്സൺ. ഡയറക്ടർ ട്രയർ ഒരു ക്രിയേറ്റീവ് സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലിലാണ് സിനിമ നമുക്ക് മുന്നിൽ എത്തിക്കുന്നത്. സിനിമയിലെ ചാപ്റ്റർ സ്റ്റൈൽ നറേഷനും സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫ്രീസ് ഫ്രെയിം സീക്വൻസും മഷ്റൂം കഴിച്ചിട്ടുള്ള ട്രിപ്പിംഗ് സീനുമൊക്കെ ദിസ് ഫിലിം ഫീൽസ് മോഡേൺ, ഇന്റിമേറ്റ് ആൻഡ് സംടൈംസ് മാജിക്കൽ. ജൂലിയായി നമുക്ക് മുന്നിൽ വന്നത് റെനെ ട്രെയിൻസേവ് ആണ്. ആൻഡ് ഷീ ഡെലിവേർഡ് എ പവർഫുൾ കരിയർ ഡിഫൈനിങ് പെർഫോമൻസ്. ഹെർ പെർഫോമൻസ് വാസ് സബ്റ്റൽ, റിലേറ്റബിൾ ആൻഡ് ഡീപ്ലി ഇമോഷണൽ. ആ വർഷത്തെ കാൻസ് ഫിലിം ഫെസ്റ്റിവലിലെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് റെനേറ്റ സ്വന്തമാക്കി. സിനിമയുടെ എൻഡിങ് ഒരു ബിറ്റർ സ്വീറ്റും റിയലിസ്റ്റിക്കുമായിട്ടാണ് നമുക്ക് മുന്നിൽ കാണിക്കുന്നത്. ജൂലി ആ ഫേസിൽ എത്തി നിൽക്കുന്ന ഗ്രോത്തും മെച്യൂരിറ്റിയും അക്സെപ്റ്റൻസും ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ സിനിമ റിമൈൻഡ് ചെയ്യുന്നതാണ് ഈവൻ ദോ വെൻ പീപ്പിൾ ഗ്രോ അപ്പാർട്ട് ദേ സ്റ്റിൽ ലീവ് ആൻ ഇമ്പാക്ട് ഓൺ ഈച്ച് അതേഴ്സ് ലൈഫ്. അതുപോലെ തന്നെ നമ്മളും അത് ഓർക്കുക. നമ്മൾ എത്ര കാലം ആരുടെയൊക്കെ കൂടെ ഉണ്ടാവുമെന്നറിയില്ല. ചെറിയ കാലയളവിൽ നമുക്ക് നൽകാൻ കഴിയുന്നത് ആ കൂടി നല്ല ഓർമ്മകളും നല്ല ഇമ്പാക്റ്റുകളും മാത്രമാകട്ടെ.